ഹായ് നമസ്കാരം. നമ്മുടെ കുട്ടികളുടെ സോഷ്യൽ ഇൻട്രാക്ഷൻ സ്കില്ല് നമ്മൾ കൂട്ടണോ വേണ്ടയോ? നമ്മൾ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഈ സ്കില്ല് എത്രമാത്രം ഉണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. എന്താണ് ഈ കാലഘട്ടത്തിൽ അതിന്റെ പ്രസക്തി എന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെയൊക്കെ ജോയിന്റ് ഫാമിലി, ഇപ്പൊ ഞാൻ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വളർന്നത് വലിയൊരു ജോയിന്റ് ഫാമിലിയിലാണ്. അപ്പോൾ എൻ്റെ സോഷ്യൽ ഇൻട്രാക്ഷൻ എനിക്ക് ഫാമിലിയിൽ തന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിരുന്നു ചെറുപ്പം മുതൽ. അതുപോലെ തന്നെ നമ്മൾ പണ്ട് പഠിച്ചിരുന്ന സമയങ്ങളിൽ, കളിച്ചിരുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടിയിരുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ സോഷ്യലി അവർ ഇൻട്രാക്റ്റഡ് ആണോ? വീട്ടിലൊരു ഗസ്റ്റ് വരുന്ന സമയത്ത് റൂമിൻ്റെ ഉള്ളിലാണോ നമ്മുടെ കുട്ടി ഇരിക്കുന്നത്? അവർ മൊബൈൽ ഫോണിൽ കളിച്ചിരിക്കാനാണോ കംഫർട്ട് ആയിട്ടുള്ളത്? അതല്ലെങ്കിൽ അവരുടെ TV അത് നോക്കിയിരിക്കാനാണോ അവരുടെ കംഫർട്ട് ആയിട്ടുള്ളത്? ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇതിന് സയന്റിഫിക്കൽ ടെസ്റ്റ് ഒന്നും വേണ്ട. മറ്റുള്ളവരെ കാണുമ്പോൾ പെട്ടെന്ന് ഉൾവലിഞ്ഞു പോകുന്ന ഒരു ക്യാരക്ടർ നമ്മളെ കുട്ടിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ സോഷ്യലി ഇൻട്രാക്റ്റഡ് അല്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഭാവിയിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഓരോ പാരൻസും അതിനൊരു വേദി ഒരുക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് സോഷ്യലി അവർ ഇൻട്രാക്റ്റഡ് ആയി കഴിഞ്ഞാൽ അവരോട് പരാതി പറയുന്നതിന് പകരം, നമ്മൾ മക്കൾക്ക് ഇന്നതാണെന്ന് പരാതി പറയുന്നതിന് പകരം ഒരു വേദി ഒരുക്കി കൊടുത്താൽ നാളെ അവർക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടും. സോഷ്യലി അവർ ഇൻട്രാക്റ്റഡ് ആയി കഴിഞ്ഞാൽ കുറച്ച് എക്സാമ്പിൾ മാത്രം ഞാൻ പറയാം. ഒന്ന്, ഇവരുടെ മെന്റലി ഇവർ ഹെൽത്ത് ആവും. കാരണം മെന്റലി ഇവർക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാനുണ്ട് അല്ലെ, മെന്റൽ ഹെൽത്തിന് നല്ലത്. കൂടാതെ തന്നെ ഇവരുടെ അക്കാദമിക്കൽ സക്സസിന് തീർച്ചയായിട്ടും ഈ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ ഗുണം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ്, നമുക്ക് ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് ഏത് പ്രായത്തിലായിക്കോട്ടെ നമ്മുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റൂല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പ്രശ്നം വന്നാൽ എനിക്ക് നീ ഉണ്ടടാ എന്നൊരു തോന്നൽ നമുക്ക് കുട്ടികൾക്ക് വരുത്തണമെങ്കിൽ അവർക്ക് ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉള്ളത് നല്ലതാണ്. അപ്പൊ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞു മെന്റൽ ഹെൽത്ത്, ഒരുപാട് ആളുകളുടെ ഈ മനസ്സ് ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ സൂയിസൈഡ് അറ്റംപ്റ്റുകൾ, നാട് വിട്ടു പോകുന്നത്. അതാണ് മെന്റൽ ഹെൽത്ത്. അപ്പൊ ഈ കോൺഫിഡൻസ് കണക്റ്റഡ് ആണ് അതിന്. കൂടാതെ തന്നെ ഇവർക്ക് ഒരു ലീഡർഷിപ്പ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ സോഷ്യലി ഇൻട്രാക്റ്റഡ് ആവുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ. അതിനുള്ളൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ എന്ത് ചെയ്യണത്, ഇന്ന് നമ്മളൊരു കിഡ്സ് സൂംബ അതിലെങ്ങനെയൊക്കെ അവർക്ക് ബെനിഫിറ്റ് ആകും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കിഡ്സ് സൂംബയിൽ, നിയാഫിയയിൽ ഓൾറെഡി കിഡ്സ് സൂംബ സ്പെഷ്യലൈസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ കിഡ്സ് സൂംബ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ഇറ്റ്സ് ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. അത് ഡാൻസ് ചെയ്തുകൊണ്ട് ഒരു ഫിറ്റ്നസ് വർക്കൗട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാം. വളരെ പോസിറ്റീവ് എനർജിയിൽ, വളരെ സൗണ്ടോട് കൂടിയിട്ട് ഒരു ഗെയിം ആക്ടിവിറ്റി ഒക്കെ പോലെ ഭയങ്കര ഹാപ്പി മൂമെന്റിലൂടെയാണ് ഫിറ്റ്നസ് നമുക്ക് വർക്കൗട്ട് ചെയ്യണത്. ഇത് കുട്ടികളിൽ ചെയ്യുന്നതിനാണ് നമ്മളെ കിഡ്സ് സൂംബ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കിഡ്സ് സൂംബ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോയിന്റ് ഇതായിരുന്നു, എങ്ങനെ കുട്ടികളുടെ സോഷ്യൽ ഇൻട്രാക്ഷൻ സ്കില്ല് കൂടും. ഒരൊറ്റ എക്സാമ്പിൾ പറയാം. അപ്പൊ നമ്മുടെ ഒരു കുട്ടി, ഇപ്പൊ എൻ്റെ കുട്ടിയെ കുറിച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കറിയാൻ പറ്റും അവൻ ഏറ്റവും ഇഷ്ടമാണ് ഗെയിം, അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടമാണ് ഇത് കളിക്കുക എന്നുള്ളത്. ഏത് കുട്ടികൾക്കാണ് ഇഷ്ടമല്ലാത്തത് കളി? അപ്പോൾ ഒരു സൂംബ സെഷൻ എന്ന് പറയുന്നത് ഫുൾ ടൈം അവിടെ ആക്ടിവിറ്റികളാണ്. അതൊരു 1 hour ആണെങ്കിലും ഡാൻസിന്റെ കൂടെ ഗെയിം ആക്ടിവിറ്റികളൊക്കെ ഉണ്ടാവും. ഈ ഗെയിം കളിക്കാനും അല്ലെങ്കിൽ കളിക്കാനും ഏത് കുട്ടികൾക്കും ഇഷ്ടമാണ്. ഇങ്ങനെ ഗെയിം ആക്ടിവിറ്റിയിലൂടെ ചെയ്യുമ്പോൾ അവൻ ഒരുപാട് അവൻ്റെ ഫ്രണ്ട്സ് കൂടുകയാണ്. ഈ ഫ്രണ്ട്സുമായി ചേർന്നുകൊണ്ട് അവൻ ഗെയിം ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവുമ്പോൾ അറിയാതെ അവൻ എന്ത് ചെയ്യുന്നു, സൂംബയെ ഇഷ്ടപ്പെടുന്നു. അറിയാതെ ഒരുപാട് സുഹൃത്തുക്കളും അവന് കിട്ടുന്നുണ്ട്. സോ സോഷ്യൽ ഇൻട്രാക്ഷൻ ഏറ്റവും നല്ലതാണ് ഇത് ഗെയിം ആക്ടിവിറ്റി. ഇത് സൂംബയിൽ കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ് എന്താണെന്ന് അറിയോ, ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ആൻസർ പറയാൻ പറ്റുമ്പോൾ, അല്ലെങ്കിൽ കുട്ടി ആൻസർ പറയുന്നത് ചിലപ്പോൾ അവൻ്റെ ഒരു പേടിയില്ലാതെ ആൻസർ പറയുന്ന കുട്ടികളുണ്ടാവും. എന്നാൽ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. പക്ഷേ കുട്ടികൾ ഇത് പറയാതെ ആയിക്കഴിഞ്ഞാൽ അവൻ മെല്ലെ ഉൾവലിയാൻ തുടങ്ങും. ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ചിലപ്പോൾ കുട്ടി പഠിക്കാത്തത് കൊണ്ടാവാം, ചിലപ്പോൾ കുട്ടിയിൽ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാവാം, പറഞ്ഞാൽ തെറ്റിപ്പോകുമോ എന്നുള്ള പേടി കൊണ്ടാവാം. ഇത് പേരൻസ് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ സൂംബ സെഷനിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആക്റ്റീവ്ലി എല്ലാവരും പാർട്ടിസിപ്പേറ്റഡ് ആവണം. ട്രെയിനർ പറയും മക്കളെ വരൂ എന്ന് പറയുമ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യാണ്, അവർ ഫുൾ എനർജറ്റിക് ആയിട്ട് അവർ ആക്റ്റീവായി നിൽക്കുകയാണ്. സോ ഈക്വലി പാർട്ടിസിപ്പേറ്റഡ്, അതാണ് നോക്കേണ്ടത്. ക്ലാസ് റൂമുകളിൽ 1-2 കുട്ടികൾ ആൻസർ പറയുമ്പോൾ, അതല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത്, സ്കൂളിൽ ഇവന്റ് നടക്കുന്ന സമയത്ത് 2-3 കുട്ടികൾ മാത്രം ഡാൻസ് ചെയ്യുമ്പോൾ, സ്പോർട്സ് നടക്കുന്ന സമയത്ത് 2-3 കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് ഓടുമ്പോൾ, അവിടെയാണ് സൂംബ സെഷന്റെ പ്രത്യേകത. 50 പേരുള്ള ബാച്ചാണോ, 50 പേരും പാർട്ടിസിപ്പേറ്റഡ് ആണ്. സോ കുട്ടികളുടെ പേടി മാറുകയാണ്, ഈ 50 പേരുമായിട്ട് കണക്റ്റഡ് ആവുകയാണ്. സോ അവരെല്ലാവരും ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. കൂടാതെ അടുത്തൊരു കാര്യം എന്താണെന്നറിയോ, നമ്മുടെ മക്കൾക്ക് ഓരോ പാരൻസും
ഓരോ ഫാമിലി മെമ്പേഴ്സും ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ ഈക്വാലിറ്റി, എല്ലാവരെയും ഈക്വലായിട്ട് കാണാൻ പറ്റണം. അതാണ് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. ആ പരിപാടി ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് സൂംബ. കാരണം 50 പേരുണ്ടെങ്കിൽ ഇവിടെ 50 പേരെയും ഈക്വൽ ആയിട്ടാവും ഒരു ട്രെയിനർ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. സോ ഈ ഈക്വാലിറ്റി കുട്ടികളിൽ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാക്കും. അവൻ കംഫർട്ട് ആവുകയാണ് അവിടെ, എല്ലാവർക്കും ഒരേപോലെ പ്രാധാന്യം. സോ ഈ പാർട്ടിസിപ്പേഷനും ഈക്വാലിറ്റിയും തീർച്ചയായിട്ടും കിഡ്സ് സൂംബ ചെയ്യുമ്പോൾ കുട്ടികളുടെ സോഷ്യൽ ഇന്ററാക്ഷൻ സ്കില്ല് മെല്ലെ 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 കൂട്ടിക്കൊണ്ടുവരും. അടുത്തൊരു പോയിന്റ് ഉണ്ട്. ഞങ്ങൾ ഈ സൂംബ സെഷനൊക്കെ നടക്കുന്ന സമയത്ത് കുറച്ച് നമ്മളിങ്ങനെ മാറി നിൽക്കും. കാരണം ട്രെയിനേഴ്സ് നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മാറി നിൽക്കും. കാരണം ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ. അപ്പോൾ ചില ട്രെയിനേഴ്സ് എന്ത് വിളിക്കുന്നറിയോ, ചിലപ്പോൾ ഒരു കുട്ടിയെ വിളിച്ചിട്ട് നമ്മൾ ചില സ്റ്റെപ്പുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറയും. ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ ഇവന് പേടിയൊന്നുമില്ല, കാരണം ഇവൻ ഗെയിം കളിച്ചൊക്കെ ഇവൻ്റെ പേടിയൊക്കെ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇവനത് മുന്നിൽ നിന്ന് ചെയ്യുമ്പോൾ മറ്റുള്ളവർ അത് നോക്കി ചെയ്യാണ്. അപ്പോൾ ഇവന് ഒരുപാട് അപ്രീഷിയേഷൻ കിട്ടും, ട്രെയിനർ അപ്രീഷിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ബാക്കിയുള്ള കുട്ടികളും അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അറിയാതെ അവൻ്റെ കോൺഫിഡൻസ് കൂടുകയാണ്, അവൻ ഒരു ലീഡറായി മാറുകയാണ്. 50 പേര് അല്ലെങ്കിൽ 10 പേരുടെ മുന്നിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ അവൻ അപ്രീഷിയേഷൻ കിട്ടുമ്പോൾ അവനൊരു ലീഡർഷിപ്പ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നു. ഇത് അവൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് നാളെ സ്കൂളുകളിലും അവനൊരു ലീഡറായി മാറുകയാണ്. അങ്ങനെ അവൻ ഒരു ലീഡർ ആവുമ്പോൾ, ഒരു കോൺഫിഡൻസ് കൂടുമ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ സോഷ്യലി ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഇൻട്രാക്ടിങ് ആ സ്കില്ല് മെല്ലെ 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 കൂടി വരികയാണ്. സോ അടുത്തൊരു പോയിന്റും കൂടെ പറയാം. ഇപ്പൊ നമ്മുടെ സ്കൂളുകളിൽ ഒരു ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് ഒരേ വേവ് ലെങ്ത് ഉള്ള, ഏകദേശം ഒരേ മൈൻഡ് സെറ്റ് ഉള്ള ഒരു ഏജ് ഗ്രൂപ്പിനെയാണ് അവർക്ക് ഫ്രണ്ട്സായി കിട്ടുന്നത്. ഫ്ലാറ്റുകളാണെങ്കിലോ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളാണ്. ഫ്ലാറ്റ് നല്ലതാണ്, ഒരുപാട് കുട്ടികളെ കാണാം. പക്ഷേ സൂംബ സെഷന്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഒരു സെന്ററിൽ പോയി ചെയ്യുമ്പോൾ അവൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളുകളിലുള്ള കുട്ടികളൊക്കെ അവൻ്റെ ഫ്രണ്ട്സ് ആവുകയാണ്. ഒരേ ഏജ് ഗ്രൂപ്പ് അല്ല ഇവിടെ ഉള്ളത്. ഒരേ ഏജിലുള്ള 5 വയസ്സുള്ള 6 വയസ്സിൽ 8 അങ്ങനെ ഒരു ഏജ് ഗ്രൂപ്പ് എന്നല്ല. ചിലപ്പം 5 വയസ്സുകാരൻ ചിലപ്പോൾ 10 വയസ്സുകാരൻ്റെ ഫ്രണ്ട്ഷിപ്പ് ആവും, ആ 10 ചിലപ്പോൾ 12കാരനായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആവും. ഇങ്ങനെ പോകുമ്പോൾ പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ, പല സ്കൂളുകളിൽ നിന്ന് വരുന്ന മക്കള്, പല കൾച്ചർ ഫോളോ ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ അവൻ ചെറുപ്പത്തിലെ ഒരുപാട് അവന് പരിചയമില്ലാത്ത, അല്ലെങ്കിൽ അവനൊരിക്കലും കണക്ട് ആവാൻ ചാൻസ് ഇല്ലാത്ത ഒരു ഡിഫറെന്റ് കൾച്ചറിലൂടെ പോകുന്ന ഒരുപാട് സുഹൃത്തുക്കളെയും അവന് കിട്ടുകയാണ്. നമ്മുടെ കിഡ്സിന്റെ സെഷനിലൊക്കെ ഒരു ദിവസം കഴിഞ്ഞാൽ അവർ സ്കൂളിൽ പോകാൻ മറന്നാലും പക്ഷെ അവർ ഡാൻസ് കളിക്കാൻ മറക്കില്ല. എന്താണ്, ഞങ്ങളെ കിഡ്സിന്റെ ഡാൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർ ആ ദിവസം ആവാൻ കാത്തിരിക്കുകയാണ്, പുതിയ സുഹൃത്തുക്കളെ കാണാൻ കാത്തിരിക്കുകയാണ്. ഒരു എനർജറ്റിക് ആയിട്ടുള്ള, ഒരു വൈബ്രന്റ് ആയിട്ടുള്ള കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ്. അതിൽ കിഡ്സ് മുമ്പ് ഒരുപാട് അതിന് ഉപകാരമാകും എന്നുള്ള പരിപൂർണ ബോധ്യം എനിക്കുണ്ട്. സോ തീർച്ചയായിട്ടും കിഡ്സ് സൂംബയുടെ ബെനിഫിറ്റിനെ കുറിച്ച് പഠിക്കുക. കുട്ടികളെ സോഷ്യലി ഇന്ററാക്ട് ആക്കണമെങ്കിൽ പേരൻസിൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ്. അവർക്ക് അതിനുള്ള വേദികൾ ഒരുക്കി കൊടുക്കുക. കിഡ്സ് സൂംബയെ കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും. താങ്ക് യു സോ മച്ച്. സൈനിങ് ഓഫ്, ദീപക് വി ഫ്രം ടീം നിയാഫിയ.